ലൈറ്റ് വെയ്റ്റ് ട്രെൻഡി ഡിസൈനർ ആഭരണങ്ങളിൽ നമ്പർ 1 ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 103-ാം വാർഷികാഘോഷം. സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 103-ാം വാർഷികാഘോഷം നടത്തി. റവറന്റ് ഫാദർ ആന്റണി അഞ്ചുതൈകൾ അധ്യക്ഷത വഹിച്ചു. അക്വനസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ പ്രിൻസിപ്പൽ സുലാമായിട്ട് 3 വർഷത്തെ പരിചയമുണ്ട്. 97-2000 വരെ ഞാനൊരു റോൾ മോഡലായി കാണുന്ന വ്യക്തിയാണ്. കാരണം മാഡത്തിൻ്റെ ഡിസിപ്ലിൻ, ക്ലാസ് എടുക്കുന്നതിൻ്റെ കഴിവ്, പ്രസംഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വളരെ ഭംഗിയായിട്ട് മാഡം ഉപയോഗിക്കും. മാത്രമല്ല കോളേജിലെ എല്ലാ ഫംഗ്ഷനും കോമ്പയർ ചെയ്യുന്നത് മാഡം പ്രിൻസിപ്പൽ മാഡമാണ്. അപ്പോൾ മാഡത്തിൻ്റെ സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ചതിനൊക്കെ പ്രത്യേകം ശ്രീനാഥ് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ചും കൊണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത് മുഖ്യപ്രസംഗം വഹിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ ഒരു നല്ല മനുഷ്യനായി മാറണം എന്നാണ് സ്വാഗത പ്രസംഗത്തിൽ പ്രിൻസിപ്പൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ ജോസഫ് സാറുകളെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസം എപ്പോഴും മനുഷ്യനെ നവീകരിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുമില്ല. അങ്ങനെ വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമായതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളത്തിന് മാറുവാനായി സാധിച്ചത്. 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളം രൂപീകൃതമായത്. അന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ശരാശരി എന്ന് പറഞ്ഞാൽ 42%. 42% മനുഷ്യർക്ക് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നൊരു നാടാണ് 1956 കേരളം. ആ കേരളം ഇന്ന് സമ്പൂർണ്ണ സാക്ഷരതയുള്ളൊരു സംസ്ഥാനമാണ്. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുവാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് ഇല്ലാതിരുന്ന നാടുമാണ് കേരളം. വിരമിക്കുന്ന അധ്യാപകന് ആദരവ് നൽകി സനിൽ മോൻ, ഷീബ ഡൊറാം, മെർലിൻ ജോബ്, ഹെർമിലൻഡ്, ജിസ്മ റോസ്, സ്റ്റീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാ വ്യക്തിത്വങ്ങളും സ്കൂളിനെ പറ്റിയും നമുക്ക് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഓരോ ഇന്ന് AI അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത്തരത്തിൽ നമുക്കിനി മുന്നിലേക്കുള്ള കാര്യങ്ങൾക്ക് നമ്മളും അതേപോലെ തയ്യാറെടുപ്പോടുകൂടി നിൽക്കണം എന്നുള്ളൊരു സൂചന. എന്തു പറ്റി പറയാവോ? ഉത്തരവുണ്ട്. കാലാനുചിതമായ മാറ്റം ഫോൺ കമ്പനി നടത്താതിരുന്നത് കൊണ്ട് എത്ര നല്ല ഫോണായിരുന്നിട്ടും നോക്കിയ ഔട്ട്ഡേറ്റഡായി, അപ്ഡേറ്റ് ചെയ്തില്ല. അംബാസഡർ കാറ് ഏറ്റവും നല്ല കാറായിരുന്നിട്ട് അപ്ഡേഷൻ ഇല്ലാതെ വരുന്നത് കൊണ്ട്, കാലാനുചിതമായ മാറ്റം വരാതിരുന്നത് കൊണ്ട് അതിൻ്റെ മേലെ തോപ്പുംപടി CI ഷാജു AN സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകൻ തങ്കച്ചൻ മറുപടി പ്രസംഗം സംസാരിച്ചു. മേരി ആൻഡ് പ്രീതി ബാസ്റ്റ്യൻ, ഹെഡ് മിസ്ട്രസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.